രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചു. സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച നടപടിക്കെതിരെയാണ് ഹർജി. മുജിദ്ദബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജിദ്ദബ, ഇത് ഏത് കേസിലാണ്? രണ്ട് കേസിലുമുണ്ടോ? ആദ്യത്തെ കേസിൽ അറസ്റ്റ് 15-ാം തീയതി വരെ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം സെഷൻസ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടല്ലോ. അപ്പോൾ രണ്ടാമത്തെ കേസിൽ തന്നെയല്ലേ ഈ ഹർജി? രണ്ടാമത്തെ കേസിലാണല്ലോ ഇന്നലെ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. സ്വാഭാവികമായും അതിനെതിരെ അപ്പീൽ നൽകുകയാണ്. അല്ലെങ്കിൽ ആ സെഷൻസ് കോടതിയുടെ വിധി ശരിയല്ല, അതിൽ പിഴവുകളുണ്ട്. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. തെളിവുകൾ നൽകിയത് വളരെ വിശദമായി തന്നെ പരിശോധിക്കുന്നതിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ തെളിവുകൾ മുഴുവൻ പരിശോധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ മുൻകൂർ ജാമ്യം നൽകുമായിരുന്നില്ല എന്നതുൾപ്പെടെയുള്ള വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നേരത്തെ അജി സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം ഒരു കേസ് ജാമ്യം അനുവദിക്കാതിരുന്നത് ചോദ്യം ചെയ്ത് രാഹുൽ തന്നെ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ നൽകിയിട്ടുണ്ട്. ആ പെറ്റീഷനിൽ നോട്ട് അറസ്റ്റും അതോടൊപ്പം തന്നെ അത് 15-ാം തീയതി പരിഗണിക്കാൻ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് രണ്ടാമത്തെ പരാതിയിൽ KPCC അധ്യക്ഷന് നൽകിയ പരാതി പിന്നീട് DGPക്ക് കൈമാറുകയും പ്രത്യേക അന്വേഷണ സംഘം അതിൽ വിശദമായി തന്നെ മൊഴിയെടുക്കുകയും ചെയ്തു. ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ നടപടി. പ്രത്യേകിച്ച് SIT നൽകിയ മൊഴി, SIT അതിജീവിതയിൽ നിന്ന് എടുത്ത മൊഴി, അതും നേരത്തെ KPCC അധ്യക്ഷന് നൽകിയ പരാതിയിലെ വസ്തുതകളും തമ്മിൽ കാര്യമായ വൈരുദ്ധ്യമുണ്ട് എന്നൊരു വിമർശനം ഇന്നലെ സെഷൻസ് കോടതിയിൽ തള്ളിയിരുന്നു. ഈ ഉത്തരവിലുണ്ട്. മാത്രമല്ല അതിനകത്ത് ചില കർശന ഉപാധികളോടുകൂടി മുൻകൂർ ജാമ്യം അനുവദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. SITയെ സംബന്ധിച്ച് വലിയ വീഴ്ച അല്ലെങ്കിൽ കാര്യമായി ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം കുറെ കൂടി ടൈറ്റായി ഒരു മുറുക്കത്തോടു കൂടി ഇതിനെ സമീപിക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിടുക്കത്തിൽ ചില നടപടികൾ ഉണ്ടായോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലത്തെ സെഷൻസ് കോടതിയുടെ ഉത്തരവിൽ തന്നെയുണ്ട്. കാര്യം ഈ പരാതി KPCC അധ്യക്ഷന് നൽകുമ്പോൾ തന്നെ അതിൽ തന്നെ പറയുന്നുണ്ട്, ഈ പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘം അങ്ങോട്ടേക്ക് വിവരങ്ങൾ തേടി ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വസ്തുതകളും വിവരങ്ങളും ഒക്കെ തേടി ബന്ധപ്പെട്ടിരുന്നു എന്നൊരു കാര്യം ഉൾപ്പെടെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ചില ഒരു ഹറിബറി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടി അതിലൊരു രാഷ്ട്രീയ പ്രേരിതമായ പരാതിയാണോ എന്നതുൾപ്പെടെയുള്ള സെഷൻസ് കോടതിയുടെ വിലയിരുത്തലുകളുണ്ട്. SITയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയും തിരിച്ചടിയുമാണ് സെഷൻസ് കോടതിയുടെ നിരീക്ഷണങ്ങൾ. കാര്യം ഇങ്ങനെ വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സമയത്താണ് ആദ്യം ഒരു കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട പെറ്റീഷനിൽ 15-ാം തീയതി വരെ നോട്ട് അറസ്റ്റ് നൽകുന്നത്. അന്ന് തന്നെ രാഹുൽ സെഷൻസ് കോടതിയെ സമീപിക്കുന്നു. സെഷൻസ് കോടതി ആകട്ടെ ഈ വസ്തുതകളിൽ വിശദമായ വാദം കേൾക്കുകയും കർശന ഉപാധികളോടുകൂടി മുൻകൂർ ജാമ്യം നൽകുകയും ചെയ്യുന്നു. ഉടനെ ഹൈക്കോടതി ഇന്നലെ വൈകുന്നേരമാണ് ആ ഉത്തരവ് വന്നത്. ഇന്ന് ഉച്ചയാകുമ്പോഴേക്ക് സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, SIT അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം അവർ ഹാജരാക്കിയ തെളിവുകൾ വിശദമായി പരിശോധിക്കുന്നതിൽ കോടതിക്ക് ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, രാഹുലിനെതിരെ നേരത്തെ ഉയർന്നു വന്നൊരു പരാതി സെഷൻസ് കോടതി തള്ളി. അതിപ്പോൾ രാഹുൽ തന്നെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തേടി വന്നിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ പെൻഡിങ്ങിലാണ്. അങ്ങനെ ഒരാളുടെ കേസിലുള്ള രണ്ടാമത്തെ ഒരു കേസ് കൂടിയാണിത്. മാത്രമല്ല, ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്താത്ത നിരവധി പ്രശ്നങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും ഒപ്പം തന്നെ പുറത്ത് മാധ്യമങ്ങളിൽ തന്നെ ചില ആളുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഹാബിച്വൽ ഒഫൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഹാബിച്വൽ ഒഫൻഡർ എന്നുള്ള രൂപത്തിൽ തന്നെ സർക്കാർ ഈ വിഷയത്തെ കാണുന്നുണ്ട്. അതുകൊണ്ട് മുൻകൂർ ജാമ്യം റദ്ദാക്കണം, തിരുവനന്തപുരം സെഷൻസ് കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് എന്തായാലും ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് നാളെ ഒരുപക്ഷെ ഈ വിഷയം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നാൽ അതിനകത്ത് പ്രത്യേകമായി തന്നെ റിപ്പോർട്ട് തേടുകയും മറ്റു നടപടികളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. വിശദമായി തന്നെ മറ്റൊരു കേസ് കൂടി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് കൊണ്ട് രണ്ടും കൂടി ഒരുമിച്ച് പരിഗണിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ശരി, അഹമ്മദ് മുജിദ്ദബയാണ് വിവരങ്ങൾ നൽകിയത്.